ഗായ്സ്, അപ്പൊ നാളെയാണ് സച്ചുവിന്റെ അരങ്ങേറ്റം. അപ്പൊ അതിന് ഞങ്ങൾ രാവിലെ തന്നെ ചെലങ്ക പൂജയ്ക്കായിട്ട് കൈത്തളി അമ്പലത്തിൽ വന്നേക്കാണ്. അപ്പൊ ഈ ഫ്രൂട്ട് കണ്ടു, ഇത് എന്താ എനിക്കറിയില്ല, അറിയുന്നവർ കമന്റ് ചെയ്യണേ. പിന്നെ ഞാനും ആരെയും കൂടിയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചു. പിന്നെ അതിന്റെ തൊട്ട സൈഡിൽ ടീച്ചറുടെ പോസ്റ്റർ ബാനർ കണ്ടു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ ചെലങ്ക പൂജയൊക്കെ കഴിഞ്ഞ് ചെലങ്ക കയറ്റി പാരന്റ്സ് ഇതാ വന്ന് വണ്ടിയിൽ വെച്ചു. ഇനി നേരെ ടീച്ചറുടെ വീട്ടിലാണ് ലാസ്റ്റ് റിഹേഴ്സൽ. ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ടുള്ള റിഹേഴ്സലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെലങ്ക എടുത്ത് ടീച്ചറുടെ വീട്ടിൽ പോയി. ഇപ്പൊ ഓർക്കസ്ട്ര ടീം വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഓരോരോ അവരുടേതായ കളികളിലാണ്. അങ്ങനെ ടീച്ചറുടെ അനിയത്തിയുടെ മകനാണിത്. അപ്പോൾ അവനോടൊക്കെ കുറച്ച് സംസാരിച്ച് എല്ലാവരും കൂടെ കുറച്ച് സംസാരിച്ച് ഫ്രണ്ട്ലി ആവാൻ ഇച്ചിരി ടൈം കിട്ടി. പിന്നെ പിള്ളേർ റീൽസിന്റെ റിഹേഴ്സലും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ റീൽസ് എടുത്തു. ആ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിക്കുറുമ്പി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് പിന്നെ ഡാൻസിനുള്ള ഹെയറും മുല്ലപ്പൂ, പ്ലാസ്റ്റിക് പൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി. ഇപ്പൊ കണ്ടതാണ് ഗായത്രി, സച്ചിന്റെ ഡാൻസിലുള്ളൊരു കുട്ടിയാണ്. എന്നിട്ട് ഞാൻ സച്ചിന്റെ ഓരോന്നും ഇങ്ങനെ വാങ്ങി നോക്കാറുണ്ട് എന്തൊക്കെയാ കിട്ടിയെന്ന്. കുഞ്ചലം, മുടിയും പ്ലാസ്റ്റിക് ഹെയറും ഒക്കെ കിട്ടി. പിന്നെ ഇതാണ് ടീച്ചറ് കുട്ടി കുറിഞ്ഞി. അപ്പൊ കുറിഞ്ഞി ചിരിക്കുന്നൊക്കെ പറയുമ്പോ കുറിഞ്ഞി എനിക്ക് ചിരിച്ചു തരുന്നുണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട്. സച്ചിന് കുറിഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഓർക്കസ്ട്രക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള മാറ്റൊക്കെ വിരിച്ചു, കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തി. പിന്നെ അവർക്കുള്ള ദക്ഷിണ കൊടുക്കലൊക്കെ ആയിരുന്നു. പിന്നീട് അവര് 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇൻസ്ട്രുമെന്റൽ 3 പേരും, പാടണ വോക്കൽ ടീച്ചർ ഒരാളും. അങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. അരങ്ങേറ്റത്തിന്റെ അന്ന് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല കരുതിയിട്ടാണ് തലേ ദിവസം തന്നെ അവർക്കൊക്കെ ദക്ഷിണ കൊടുത്തത്. പിന്നെ ഓരോ ടീമിന്റെയും ഫൈനൽ റിഹേഴ്സലായിരുന്നു. അപ്പൊ കുറച്ച് ബിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ റിഹേഴ്സലൊക്കെ വീഡിയോ എടുത്തതായിരുന്നു. 2 മാസത്തെ കഷ്ടപ്പാടാണ് ഈ കുട്ടികളുടെ. നല്ല ചൂട് കാലത്തും അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു പരാതിയോ പരിഭവമോ ഇല്ലാണ്ട് ആസ്വദിച്ച് അവർ പ്രാക്ടീസിനും പോയി. അപ്പം അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടട്ടെ. അപ്പോഴേക്കും ഏകദേശം 1-1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അച്ഛനും ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോവാണ്. ടോപ്പ് ചിക്കൻ എന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ ബീഫ് മന്തി ഓർഡർ ചെയ്തു. അപ്പം അത് വരാനുള്ള കാത്തിരിപ്പായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, എല്ലാവരും ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ഫുഡ് വന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബീഫ് മന്തിയിൽ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് നെഹദിയിലെ ബീഫ് മന്തി തന്നെയാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴും ബീഫ് ഐറ്റംസ് റെസ്റ്റോറൻറ്റിൽ പോയാൽ വാങ്ങാറില്ല. അപ്പം ഇടയ്ക്കേ കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും സച്ചുവിന്റെ ഡാൻസ് സ്കൂളിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ഡാൻസ് കഴിഞ്ഞു. പിന്നെ സച്ചു ആകെ ക്ഷീണിച്ച് ഉറക്കം തൂങ്ങി കിടക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ ഗുരുവായൂർക്ക് പോകാനായിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം തന്നെ ഞങ്ങൾ ഗുരുവായൂർക്ക് ഇറങ്ങുകയാണ്. കാരണം പിറ്റേ ദിവസം രാവിലെ 4:30 മേക്കപ്പ് തുടങ്ങുമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അപ്പോഴേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയ്ക്കൊരാഗ്രഹം ജ്യൂസിൽ കയറി ജ്യൂസ് കുടിക്കണമെന്ന്. ഞാനും അമ്മയും കൂടി ജ്യൂസിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു. സച്ചുവിനും അച്ഛനും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഏതോ ഒരു ബേക്കറിയിലും കയറി. എന്നിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂരെത്തി. അവിടെ ഫുഡിന്റെ ക്യൂ ഒക്കെ അപ്പോൾ കുറവായിരുന്നു. പക്ഷെ ആദ്യം തൊഴുതിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വൈശാഖ മാസമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങി. പിന്നെ സച്ചുവിന്റെ നാളെ കളിക്കേണ്ട സ്റ്റേജ് നമ്മളെ കാണിക്കാന്ന് കരുതി നമ്മൾ സ്റ്റേജിന്റെ സൈഡിലേക്ക് പോയി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അവളുടെ ഡാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവൾക്ക് നമ്മൾ അവിടെ ഓഡിറ്റോറിയം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാൻസും ഉണ്ടായിരുന്നു, അതും കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ കുട്ടിക്ക് ഡാൻസൊക്കെ കളിച്ച് കാലൊക്കെ കടയാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് എടുത്ത് നടത്തിക്കുകയാണ്. ഞങ്ങൾ ഫുഡിന്റെ ക്യൂ തീരെ കാണാഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് കയറി കഴിക്കാൻ പറ്റുമെന്ന് കരുതി പോയി നോക്കിയപ്പോഴേക്കും അന്നദാനമൊക്കെ ക്ലോസ് ചെയ്തിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞു പോയി. പിന്നെ അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഗണപതി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഗുരുവായൂരിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്. അപ്പം അവിടെ ഒന്ന് പോയി തൊഴുതു. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ പാർട്ടും കൊടുക്കണില്ല. ഇതിന് ശേഷം ഒരുപാട് സംഭവങ്ങളുണ്ട്. പിറ്റേ ദിവസം പ്രിപ്പറേഷൻസും പിറ്റേ ദിവസം മേക്കപ്പും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടും. അപ്പം അത് കാണണം എന്നുള്ളവർ നാളെ എൻ്റെ പേജിലൊന്ന് നോക്കിയാൽ മതി. ടിൽ ദെൻ ബൈ.